അയ്യോ ഒന്നും കാണുന്നുമില്ല. ധൃതി വെച്ച് ഇറങ്ങിയത് കൊണ്ട് ഞാൻ എന്റെ കണ്ണട എടുക്കാനും മറന്നു. ഒന്ന് കുലുക്കി നോക്കാം. അനങ്ങുന്നില്ലല്ലോ. ഉള്ള ആരോഗ്യം പോകുന്ന തോന്നുന്നു. അയ്യോ ഇതിലാരാ? ഒന്നും കാണുന്നില്ലല്ലോ. ഒച്ച അനക്കൊന്നുമില്ലല്ലോ. കണ്ണും കാണുന്നില്ല. വണ്ടാരോടങ്ങാൻ എന്ത് ചെയ്യൂ? ഒന്ന് കുറച്ച് പുറകെ നിന്ന് നോക്കിയാലോ? വല്ലതും പിടി കിട്ടുന്നുണ്ടോ നോക്കട്ടെ. എന്നിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കഷ്ടകാലം പിറ്റി കെട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ പുറയില്? ഈ മരുന്ന് വാങ്ങിക്കണം കേട്ടോ. പിടിക്കേ സാർ. നിങ്ങളോ? സുഖമായിട്ടിരിക്കുന്നു. നന്നായി പോകുന്നു. ഹൗ ആർ യു? ഫൈൻ സാർ. എന്താ ഈ വഴിക്ക് നിങ്ങളുടെ ഏരിയ ഒന്നുമല്ലല്ലോ. ഈ ആക്സിഡന്റ് കേസിൽ എന്റെ നാട്ടിലെ പയ്യനാണെന്നൊരു ഡൗട്ട്. ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഫേസ് ഒന്ന് കാണാൻ വല്ല വഴിയുണ്ടോ ഡോക്ടറെ? ഇനിയൊരു 3-4 ദിവസത്തേക്ക് മുഖം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? ഞങ്ങളും ഇതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. വിരലിൽ കിടക്കുന്ന മോതിരവും കഴുത്തിൽ കിടക്കുന്ന മാലയും കണ്ടിട്ട് ഞങ്ങൾ കാശുകാരാണെന്ന് വിചാരിച്ച് ചികിത്സ തുടങ്ങി. അവൻ കാരണം നാട്ടിൽ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഞങ്ങൾ അവനെ ആംബുലൻസിൽ കൊണ്ടുപോയി അവന്റെ വീട്ടുകാരെ ഒന്ന് കാണിച്ച് തിരികെ കൊണ്ടുവരാം. ഹോസ്പിറ്റലിലെ റൂൾസ് ഒക്കെ വെച്ച് നോക്കുമ്പോ അതൊരിക്കലും പാടില്ല. അവിടുത്തെ സിറ്റുവേഷൻ മോശമാണെങ്കിൽ ഓക്കെ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. നീ പോയി നിന്റെ ജോലി നോക്കേട്ടോ. അതെ, അവിടെ ബാത്റൂമിന്റെ അകത്ത് പ്രാവും കൂട് പോലൊരു പെട്ടിയുണ്ട്. വേറെ ഒന്നുമില്ല. എങ്കിൽ തീർച്ചയായിട്ടും ആ പെട്ടിയിൽ തന്നെ ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് ഡൗട്ടുണ്ട്. നീ ചുമ്മാ ഇരിക്കേ. തീർച്ചയായിട്ടും അതിനകത്ത് തന്നെ ഉണ്ടാവും. നിനക്ക് എങ്ങനെ കൃത്യമായിട്ട് അറിയാവടി? എക്സ്പീരിയൻസ്. അയ്യോ പാവന്റെ അമ്മാവൻ. നിർത്തേ. ഇങ്ങനെ വെറുതെ ഇളിച്ചോണ്ടിരിക്കാത്ത അടുത്ത പ്ലാൻ എന്താന്ന് ആലോചിക്കേ. എസ്ഐയും റാമും എല്ലാരും കൂടി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തൂടാ. പ്രസിഡന്റ് ഫാമിലി ആണെങ്കിൽ ഉള്ളിലുണ്ട്. ഇപ്പൊ എങ്ങനെയാടാ നമ്മൾ ബോബിനെ പുറത്തുകൊണ്ടിരുന്നേ? ഈ ഏരിയയിലെ പവർ അങ്ങ് കട്ട് ചെയ്തേക്കാം. ബോബി ആരുടെയും കണിപ്പെടാതെ വെളിയിലോട്ട് ഇറങ്ങി വന്നോളും. നീ വേഗം ബോബിക്ക് ഒരു മെസ്സേജ് അയക്ക്. അവർ റെഡിയാണെങ്കിൽ നമുക്ക് പവർ കട്ട് ചെയ്തേക്കാം. അയ്യോ ഇങ്ങനെ ചുമ്മാതിരിക്കാതെ എന്തേലും പോയി കളിച്ചൂടെ? എന്ത് കളിയാ കളിക്കണ്ടേ? കള്ളന് പോലീസ് കളിക്കും മക്കളെ. അയ്യോ ആ പോയി കളിക്കേ. അയ്യോ ഇതെന്താ? എന്താ മോളെ പെട്ടെന്ന് എന്ത് പറ്റി? ഇങ്ങോട്ട് വാ. ഇവിടെ ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കെ. ജ്യൂസ് കുടിക്കേ. പിള്ളേർ അവിടെ ഓടിച്ചാടി കളിക്കട്ടെ വെച്ച നീ ഇവിടെ ഇരിക്കെ. സമാധാനത്തോടെ ഇരിക്കെ. 8, 9, 10 കള്ളന്മാരെ ഞാൻ പിടിക്കാൻ വരികയാണേ. എന്താടാ കളി നിർത്തിയേ? കള്ളന്മാരെ പിടിക്കാൻ കഴിയുന്നില്ല. കൊള്ളന്മാരെ പിടിക്കാൻ ഞാൻ സഹായിക്കാം. ആദ്യം അടുക്കള പോയി നോക്ക്. അവിടെ ആരുമില്ല. മോനാ സ്റ്റോർ റൂമിലൊന്ന് പോയി നോക്കിട്ട് വന്നേ. നോക്കി അവിടെ ആരുമില്ല. ബെഡ്റൂമിൽ പോയി നോക്കടാ. എന്ത് പറ്റി കൊച്ചേ? ഇവിടെ ഉള്ളവർക്ക് നല്ല കുളിരും നിനക്ക് ചൂടുമല്ലേ? കള്ളനെ പിടിച്ചു. ഇനി 2 കള്ളന്മാരെ പിടിക്കാറുണ്ട്. ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിക്കല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. എന്തിനാണ് ടെൻഷൻ ആവുന്നത്? പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് നടന്നിരിക്കും. ബാത്റൂമിന്റെ അകത്തൊരു പെട്ടിയുണ്ട്, അതിൽ പോയി നോക്കടാ. ഒരു സംശയമില്ല, നിനക്ക് കിട്ടും അവനെ. ബോബിയുടെ മെസ്സേജ്. ഡു ഇറ്റ് വെരി ഫാസ്റ്റ്. മൈ സിറ്റുവേഷൻ ഇസ് വെരി ബാഡ്. ഇനി സമയം കളയണ്ട, നമുക്ക് പവർ കട്ട് ചെയ്തേക്കാം. ഓക്കേടാ.
ആരാടാ പവർ കട്ട് ചെയ്തേ? ആര് കട്ട് ചെയ്താലും എന്താടാ, നമുക്ക് വേഗം പോയി ബോബിനെ വിളിച്ചു തരാം. വാ. അർദ്ധരാത്രിയായി തുടങ്ങും കള്ളന്മാർക്ക് ഇത് തന്നെ പണി. ഓ, കരണ്ട് പോയാ ഉടനെ നാട്ടുകാരുടെ സൗകര്യം കെടുത്തു. എടാ നീ അങ്ങോട്ട് പോ, നീ അങ്ങോട്ട് നടക്ക്. വാ, അവിടെ നോക്കാം. അങ്ങോട്ട് ചെല്ലേ. അവിടെ ആ സൈഡിലൊക്കെ നോക്ക്. ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് കളിക്കുന്നില്ലേ നിങ്ങള്? നിനക്കിട്ട് വെച്ചിട്ടുണ്ടടാ. ഇപ്പൊ കൂടും കൂടാ നീയൊക്കെ. അയ്യോ, എന്റെ കണ്ണ് കാണുന്നില്ലല്ലോ. ചന്ദ്രകലേ, എന്താ അമ്മായി? എന്റെ മുന്നിൽ ഒരാളാണോ രണ്ടാളാണോ നോക്കിയേ. അമ്മാവനെ ശ്രീനിയെ കൊന്ന സ്ഥാനത്ത് ഈ തള്ളെ കൊന്നാ മതിയായിരുന്നു. കഷ്ടം. ഒരാള് മാത്രമേ ഉള്ളൂ അമ്മായി. ഓ, എന്ത് ചെയ്യാനാണോ എന്റെ കണ്ണിന്റെ കുഴപ്പമാ. ശ്ശേ. അല്ലടാ, ഇവൻ നമ്മുടെ ശ്രീനിയാണോ? ഇത് കേട്ടിട്ട് മിണ്ടായിരിക്കാണോ? അവിടെ ഒന്നുമില്ല, മൊത്തം ചതഞ്ഞരഞ്ഞു പോയി. അപ്പൊ ഇനി അവൻ ഒരിക്കലും പഴയതുപോലെ വെള്ളം വെക്കാതിരിക്കും. ഡോറ് തുറക്ക. സിദ്ധു, ബോബി എവിടെ? അയാൾ ഒരു 2 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നായിരുന്നെങ്കിൽ ബോബി ഇപ്പോഴും ഉണ്ടായിരുന്നേനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് സീനും അല്ലെന്ന് ഇവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കഥ തീരും. സൈലന്റ് ആയിട്ട് രക്ഷപ്പെടാം. നിക്കടാ, കുറച്ചവിടെ വെയിറ്റ് ചെയ്യാം. കഷ്ടകാലം. ശ്രീനിയുടെ അമ്മയാരാ? വിളിക്കേ. കണ്ടോ ഞങ്ങളുടെ ശ്രീനി എന്ത് ചെയ്തെന്ന്? അടുത്ത് നീ എന്താ പ്ലാൻ ചെയ്യുന്നേ? വീണ്ടും അടുത്ത പ്ലാനിങ് തുടങ്ങിയല്ലേടാ? നാട്ടുകാരെല്ലാം അവനാ ശ്രീനിന്ന് വിചാരിച്ചേക്കണേ. ഈ ചാൻസ് നമ്മൾ മുതലെടുത്ത് ഒരു ചെറിയ തീപ്പൊരി ഇട്ട് കൊടുത്താ ആ പ്രസിഡന്റിന്റെ ഗ്യാങ്ങും ശ്രീനിയുടെ ഗ്യാങ്ങും തമ്മിൽ അങ്ങ് അടിച്ചേനെ. എസ് അത് പരിഹരിക്കാൻ വേണ്ടി അപ്പൊ ബിസിയാവും. ആ ഗ്യാപ്പില് നമ്മുടെ ബോബി എങ്ങനെയെങ്കിലും പുറത്തിറങ്ങും. കിടിലൻ ഐഡിയ. സൂപ്പറാടാ.